വയസ്സാം കാലത്ത് രഞ്ജിത്ത് അങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷിക്കട്ടെ. കഴിഞ്ഞ ദിവസം നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ രഞ്ജിത്തിനെ സിനിമാ ഷൂട്ടിംഗ് സെറ്റിലെ ഒരു കാരവാനിൽ വെച്ച് ഒരു യുവ നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് കുറ്റം ചാർത്തി പോലീസ് അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്തു. നമ്മൾ സാധാരണഗതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഹാജരാക്കുന്നത്. എന്നാൽ ഈ സംവിധായകനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയത് കോടതിയിലല്ല, മറിച്ച് മജിസ്ട്രേറ്റിന്റെ വസതിയിലായിരുന്നു. സുഹൃത്തുക്കളെ, ശത്രുക്കളെ, പരിചയം പോലും ഇല്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. അതുണ്ട് സർ. എന്തിനായിരുന്നു പോലീസ് ഇത്രയും തിടുക്കം കാണിച്ച് കോടതിയിൽ പോലും ഹാജരാക്കാതെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ കൊണ്ട് ഹാജരാക്കിയത്? രഞ്ജിത്തിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഇതൊക്കെയാണ്. 74 BNS ഉണ്ട്. സ്ത്രീയെ ബാലഭംഗപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഉപദ്രവിക്കുക, 1 വർഷം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. 75 BNS ഉണ്ട്. ഒരു സ്ത്രീയോട് ലൈംഗിക ചേഷ്ടകൾ കാണിക്കുക. 75ന്റെ 1 ഉണ്ട്, 1, 2 ഉണ്ട്. സ്ത്രീയെ സെക്സിന് വേണ്ടി നിർബന്ധിക്കുകയാണ്. പിന്നെ ഉള്ളത് 79 ആണ്. ഒരു പുരുഷന്റെ പ്രൈവറ്റ് പാർട്ട് സ്ത്രീയുടെ മുന്നിൽ പ്രദർശിപ്പിക്കുക. വയസ്സാം കാലത്ത് രഞ്ജിത്ത് അങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷിക്കട്ടെ. 127 ഉണ്ട്, റോങ്ഫുൾ കൺഫൈൻമെന്റ്. ഒരു വ്യക്തിയെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ തടഞ്ഞു വെക്കുക. ഈ BNS 79ഉം BNS 127ഉം ബെയിലബിൾ ആണ്, ബാക്കിയെല്ലാം നോൺ ബെയിലബിൾ ആണ്. എങ്കിൽ പോലും 5 വർഷം വരെ തടവ് ശിക്ഷ മാത്രമേ ഉള്ളൂ. അപ്പം സാധാരണഗതിയിൽ കോടതിയിൽ നല്ലൊരു വാദം പറഞ്ഞു കഴിഞ്ഞാൽ ബെയിൽ കിട്ടാവുന്ന ഒരു ഒഫൻസാണ്. അങ്ങനെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ വക്കീലൊരു നല്ല വാദം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രഞ്ജിത്തിന് ബെയിൽ കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് രഞ്ജിത്തിൻ്റെ ആരോഗ്യനില മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി കൂടുന്നതിന് മുമ്പേ വസതിയിൽ കൊണ്ട് ഹാജരാക്കുകയാണ് ഉണ്ടായത്. അപ്പം മജിസ്ട്രേറ്റ് ചോദിക്കുന്നുണ്ട് വക്കീലുണ്ടോ എന്നൊക്കെ. കാരണം ഈ വെളുപ്പാങ്കാലം രാവിലെ വക്കീലിനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആരും കോടതിയിൽ ഹാജരാക്കുന്നില്ലേ വക്കീലന്മാർ വിചാരിക്കുകയുള്ളൂ. പക്ഷേ നേരെ ഈ മജിസ്ട്രേറ്റിൻ്റെ വസതി കൊണ്ട് ഹാജരാക്കുമെന്ന് നോർമലി ആരും കരുതില്ല. അപ്പം പോലീസ് അങ്ങനെ ഒരു കളിയൊക്കെ കളിച്ച് എന്തായാലും രഞ്ജിത്തിന് ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. രഞ്ജിത്തിനെ എങ്ങനെയെങ്കിലും അകത്താക്കിയേ പറ്റുള്ളൂ എന്ന് കരുതിക്കൂട്ടി നല്ല പ്ലാനിങ്ങോടെ തന്നെയാണ് സംഭവം രഞ്ജിത്തിനെ ഉള്ളയാക്കിയത്. അറസ്റ്റ് മാങ്ങാത്തിലേക്ക് അങ്ങ് നിൽക്കട്ടെന്ന ഈ രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി അണ്ണൻ എന്തിനാണ് അഭിപ്രായം? എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നാൾ കള്ളൻ ഒരു നാൾ വീഴ്ത്താനോ തളർത്താനോ തീരുമാനിച്ച എത്തിക്സും ബൈബിളും ഒക്കെ എടുത്ത് ഞാൻ ഉത്തരത്തിലോട്ട് വെക്കും.